അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുഹൃത്തുക്കളെ, നമ്മുടെ മൊബൈലിലേക്കൊരു മെസ്സേജ് വരാണ്. നമ്മുടെ ബാങ്കിൽ നിന്നാണ് ആ മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് ഇങ്ങനെയാണ്: ഇതാ ഇന്ന വാക്ക് നിങ്ങൾ ഒരു തവണ പറഞ്ഞാൽ ഒരു 100 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും. അല്ലെങ്കിൽ ഒരു വോയിസ് ഇന്ന നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ കയറും. അല്ലെങ്കിൽ ഇന്ന ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇന്ന നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ 1000 രൂപ കയറുമെന്ന് പറഞ്ഞാൽ ഈ മൊബൈലിന് പിന്നെ വിശ്രമം ഉണ്ടാവുമോ? നമുക്ക് ചിലപ്പോൾ ഉറക്കം പോലും ഉണ്ടാവില്ല. ഉറക്കമിളച്ച് നമ്മുടെ മുഴുവൻ സമയം ആ മെസ്സേജ് ചെയ്യാൻ നമ്മൾ ഇരിക്കും. കാരണം ഓരോ ടെക്സ്റ്റിലും നമുക്ക് കിട്ടുന്നത് 100ഉം 1000ങ്ങളുമാണ്. എങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമുണ്ട്: സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ രണ്ട് കലിമത്തുകൾ നിങ്ങൾ ഉച്ചരിച്ചാൽ മീസാനിൽ കനം തൂങ്ങും. നാളെ മഹ്ശറിൽ നമ്മൾ എത്തുമല്ലോ, നമ്മുടെ അമലുകൾ തൂക്കുന്ന ദിവസം. അന്ന് ഈ രണ്ട് കലിമത്തുകൾക്ക് നല്ല ഭാരമുണ്ടായിരിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ. രണ്ട് കലിമത്തുകൾ നാവിന് വളരെ എളുപ്പാണ്. ഒരാൾക്കും അത് കാണാതെ പഠിക്കാൻ പ്രയാസമില്ല. നമ്മൾ SSLC എക്സാമിനും പ്ലസ് ടുവിനൊക്കെ ചില എസ്സേകളൊക്കെ ഇരുന്ന് കാണാതെ പഠിച്ചിട്ടുണ്ട്, വളരെ പ്രയാസപ്പെട്ട്. എന്നാൽ ഒരു പ്രയാസവും ഇല്ല. ഇത് ഏതൊരാൾക്കും പഠിക്കാം. 100 വയസ്സ് കഴിഞ്ഞ പ്രായമായ മനുഷ്യനും 5 വയസ്സുള്ള ചെറിയ കുട്ടിക്കും എല്ലാവർക്കും പഠിക്കാം. എളുപ്പാണ്. നാവിന് കെട്ടിക്കൊടുക്കുകളൊന്നുമില്ല. സഖീലത്താനി ഫിൽ മീസാൻ. ആ എളുപ്പമാണ് എന്നതുകൊണ്ട് മീസാനിൽ ഭാരം കുറവാണോ? അല്ല, മീസാനിൽ നല്ല ഘനമുള്ള ദിക്റുകളാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ. അള്ളാഹുവിന്, റഹ്മാനായ റബ്ബിന് വളരെ പ്രിയപ്പെട്ടതാണ് ഈ രണ്ട് ദിക്റുകൾ. എങ്കിൽ നമ്മുടെ ഒഴിവ് സമയങ്ങളിൽ, നമ്മളുടെ യാത്രാവേളകളിലൊക്കെ ഈ ദിക്റുകൾ കൊണ്ട് നാവ് നനക്കുക, പതിവാക്കുക. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.